നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഇലക്ട്രോലിറ്റിക് സെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോലിറ്റിക് സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റ് എന്താണെന്നും ഇലക്ട്രോഡ്സ് എന്താണെന്നും ഇലക്ട്രോളിസിസ് എന്താണെന്നും പറയണം. അപ്പോൾ ആദ്യം ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഏതവസ്ഥയിൽ ആ ഇലക്ട്രോലൈറ്റ് ഒന്നുകിൽ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കണം, ഉരുകിയ അവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലായിരിക്കണം. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം മോൾട്ടൺ സ്റ്റേറ്റിൽ അതിലുള്ള അയോണുകൾ ഫ്രീ ആയിരിക്കുന്നത് കൊണ്ടാണ് അതിന് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അയോൺസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി either in molten state or in aqueous solution and they undergo chemical change. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് കറന്റിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് ഏത് അവസ്ഥയിലായിരിക്കണം? മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ ആയിരിക്കണം. എന്നിട്ട് അതൊരു കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്നു. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സോൾട്ടിന്റെയോ മോൾട്ടൺ സ്റ്റേറ്റോ അക്വസ് സൊല്യൂഷനോ യൂസ് ചെയ്യാം. ആസിഡിന്റെ മോൾട്ടൺ സ്റ്റേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ ഉപയോഗിക്കാം. അതുപോലെ ആൽക്കലിയുടെയും സോൾട്ടിന്റെയും മോൾട്ടൺ സ്റ്റേറ്റോ അക്വസ് സൊല്യൂഷനോ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇവിടെ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഒരു ഇലക്ട്രിക്കൽ എനർജിയാണ് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇലക്ട്രോലിറ്റിക് സെൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. അതായത് ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റുകൾ ഡീകമ്പോസ് ചെയ്ത് അയോൺസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവിടെ കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോലൈറ്റിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാം. എപ്പോഴൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും? മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ. മോൾട്ടൺ സ്റ്റേറ്റ് ഓർ അക്വസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി either in molten state or aqueous solution. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി ഇലക്ട്രോളിസിസ് എന്നാണ്. ഓക്കെ, ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറന്റ് കടന്നു പോവുകയാണ്. ഓക്കെ, അപ്പോഴുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറന്റ് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ദാറ്റ് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോലൈറ്റിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറന്റ് കടന്നു പോകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച്. ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ദാറ്റ് ടേക്കിംഗ് പ്ലേസ് വെൻ കറന്റ് ഈസ് പാസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. മനസ്സിലായോ? അതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസിനെ കുറിച്ച് ആദ്യമായി സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. അപ്പം നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോളിസിസ് എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഇലക്ട്രോഡുകൾ? ഓക്കെ, ഇത് രണ്ടും ഇതിലെ ഇലക്ട്രോഡുകളാണ്. 2 ഇലക്ട്രോഡുകളുണ്ട്. അതായത് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ടു ദ ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രിസിറ്റിയെ ഇലക്ട്രോലൈറ്റിലൂടെ, ഇത് ഇലക്ട്രോലൈറ്റ് ആണ് കണ്ടോ, ഈ ഇലക്ട്രോലൈറ്റിലേക്ക് പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിസിറ്റി, ഈ സെല്ലിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റിലേക്ക് പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോഡ്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ടു ദ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിലേക്ക് ഈ ഇലക്ട്രോഡ് വഴിയാണ് ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോളിസിസ് സമയത്ത് 2 ഇലക്ട്രോഡുകളുണ്ടല്ലോ. ഏത് ഇലക്ട്രോഡാണോ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ ഒരു സെല്ലാണ്. സെല്ലിന്റെ പ്ലസ് ആണ്, വലിയ വരെ പ്ലസും അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്ലസ് ആണ് ഇത് ബാറ്ററിയുടെ മൈനസ്. വലിയ വരെ പ്ലസും ചെറിയ വരെ മൈനസും ആണ്.
ഏത് ഇലക്ട്രോഡാണോ ബാറ്ററിയുടെ പ്ലസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ആനോഡ് എന്ന് പറയും. ഏത് ഇലക്ട്രോഡാണോ ബാറ്ററിയുടെ മൈനസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ കാഥോഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദി ആനോഡ്. നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദി കാഥോഡ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്ത ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്ന് പറയും. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ടെർമിനലിനെ നമ്മൾ ഇലക്ട്രോഡിനെ എന്ത് പറയും? കാഥോഡ് എന്ന് പറയും. ഓക്കെ, പോസിറ്റീവ് കാഥോഡ്, പോസിറ്റീവ് ആനോഡാണ്. അതായത് ഇതാണ് ബാറ്ററി. ബാറ്ററിയുടെ സിമ്പൽ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്, ഒരു വലിയ വരയും ഒരു ചെറിയ വരയും. ഇതാണ് ബാറ്ററിയുടെ സിമ്പൽ. പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്നും നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ടെർമിനലിനെ നമ്മൾ കാഥോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രോലൈറ്റുമാണ്. ഈ ഇലക്ട്രോലൈറ്റിലൂടെ കറന്റ് കടന്നു വരുവാണ്. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസ് ചെയ്തു, രണ്ടായിട്ട് ഡീകമ്പോസ് ചെയ്യുകയാണ്. പോസിറ്റീവ് അയണും ഉണ്ടായി, നെഗറ്റീവ് അയണും ഉണ്ടായി. ഈ കറന്റ് ഇലക്ട്രോഡുകൾ വഴി ഇലക്ട്രോലൈറ്റിലെത്തി. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്തു? ഡീകമ്പോസ് ചെയ്ത് അയോണായി മാറി. എന്തൊക്കെ അയോണായി മാറി? പോസിറ്റീവ് അയണായി മാറും, നെഗറ്റീവ് അയണായി മാറും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് അയോൺ എങ്ങോട്ടേക്ക് പോകും, നെഗറ്റീവ് അയൺ എങ്ങോട്ടേക്ക് പോകും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കേ, ഇവിടെ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. കാര്യം പോസിറ്റീവ് ടെർമിനലിലാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. ആനോഡ് പോസിറ്റീവും കാഥോഡ് എന്തുവാണ്? നെഗറ്റീവ് ഇലക്ട്രോഡുമാണ്. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിൽ പോസിറ്റീവ് അയോണും ഉണ്ടായി, നെഗറ്റീവ് അയണും ഉണ്ടായി. അങ്ങനെ കുറേ പോസിറ്റീവ് നെഗറ്റീവ് അയൺ ഉണ്ടായെന്ന് വെച്ചു. ഈ പോസിറ്റീവ് അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകത്തുള്ളൂ. കാര്യം ഓപ്പോസിറ്റ് ചാർജുകളെ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് അയോൺ നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും, നെഗറ്റീവ് അയോൺ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും. അപ്പോൾ പോസിറ്റീവ് അയോൺ, അതായത് ഇവിടെ നിന്ന് വരുന്ന കറന്റ് ഇലക്ട്രോഡ് വഴി ഇലക്ട്രോലൈറ്റിലെത്തി. ഇലക്ട്രോലൈറ്റിന് ഇലക്ട്രോളിസിസ് നടന്നു, അത് അയോണായിട്ട് ഡീകമ്പോസ് ചെയ്തു. പോസിറ്റീവ് അയണും ഉണ്ടായി, നെഗറ്റീവ് അയണും ഉണ്ടായി. ഈ പോസിറ്റീവ് അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും, നെഗറ്റീവ് അയോൺ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണേ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് അയൺ എങ്ങോട്ടേക്കാണ് പോയത്? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് പോയത്. നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ പേരെന്താണ്? കാഥോഡ്. അവിടെ വെച്ച് കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് എപ്പോഴും റിഡക്ഷനാണ്. കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷനാണ്. അപ്പോൾ എന്താണ് റിഡക്ഷൻ എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതായത് ഏതെങ്കിലും ഒരാറ്റം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റിഡക്ഷൻ സംഭവിച്ചു എന്ന് പറയാം. ഏതെങ്കിലും ഒരു ആറ്റം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, സോഡിയത്തിന് പ്ലസ് ചാർജും ക്ലോറിന് മൈനസ് ചാർജുമാണ് ഉള്ളത്. സോഡിയത്തിന് പ്ലസ് ചാർജും ക്ലോറിന് മൈനസ് ചാർജും ഉണ്ട്. ഈ സോഡിയം പ്ലസ് ചാർജാണേ, പ്ലസ് ചാർജ് ആയതുകൊണ്ട് അത് എങ്ങോട്ടേക്ക് പോവും? നെഗറ്റീവ്, അതായത് പ്ലസ് ചാർജാണ്, അത് ഇലക്ട്രോഡിലേക്ക് പോവും, നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കേ പോകത്തുള്ളൂ. ഓക്കെ, സോഡിയം പ്ലസ് ചാർജാണ്. ഈ പ്ലസ് പോകണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഇലക്ട്രോൺ വരണം. ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? മൈനസ് ചാർജാണ്. എന്നിട്ട് ഇത് എന്തായി മാറും? സോഡിയം ആറ്റമായി മാറും. പ്ലസും മൈനസും കൂടി എന്താവും? ക്യാൻസൽ ചെയ്യും. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സോഡിയം ക്ലോറൈഡ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. കറന്റ് കടന്നു വരുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് സോഡിയം പ്ലസുമായി ക്ലോറൈഡ് മൈനസുമായി. ഈ സോഡിയം പ്ലസിന് പോസിറ്റീവ് ചാർജാണ്, ഇതാണ് സോഡിയം പ്ലസ്. അത് എങ്ങോട്ടേക്ക് പോകും? നെഗറ്റീവിലേക്ക് പോകും. അവിടെ വന്നിട്ട് എന്ത് സംഭവിക്കും? അത് ഈ പ്ലസ് ചാർജ് പോകണം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് സോഡിയം പ്ലസ് ഒരു ഇലക്ട്രോൺ എന്ത് കിട്ടി നമുക്ക്? ഓക്കെ, എന്ത് കിട്ടി? സോഡിയം ആറ്റം. കാര്യം പ്ലസും മൈനസും കൂടി എന്തായി? 0 ആയി. ഓക്കെ, അപ്പോൾ സോഡിയം ആറ്റം കിട്ടി. അപ്പോൾ എന്താണ് റിഡക്ഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് സോഡിയത്തിന് എന്ത് ചാർജാണ് ഉണ്ടായിരുന്നത്? പ്ലസ്. അതിപ്പോൾ എന്തായി മാറി? 0 ആയി മാറി. പ്ലസിൽ നിന്ന് 0 ആയി മാറി. പോസിറ്റീവിൽ നിന്ന് കുറഞ്ഞ് 0 എത്തി. റിഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിനെന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. എവിടെ വെച്ചാണ് സംഭവിച്ചത്? കാഥോഡിൽ വെച്ചാണ് സംഭവിച്ചത്. അപ്പോൾ കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. എന്താണ് റിഡക്ഷൻ എന്ന് മനസ്സിലായില്ലേ? സോഡിയം പ്ലസ് ആയിരുന്നു, അത് ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത് എന്തായി? സോഡിയം ആറ്റമായി മാറി, അതായത് 0 ആയി മാറി. പ്ലസും മൈനസും കൂടി പോയി, എന്തായി? 0. അതായത് പ്ലസ് എന്ന് വെച്ചാൽ നിങ്ങൾ നമ്പർ ലൈൻ പഠിച്ചിട്ടില്ലേ? ഇത് 0,
ഇങ്ങോട്ട് പ്ലസ് ഇങ്ങോട്ട് മൈനസ്. അപ്പോൾ പ്ലസിൽ നിന്ന് സീറോയിലേക്ക് പോയി, അപ്പൊ കുറഞ്ഞു. അതായത് ഇതിന് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. അപ്പൊ റിഡക്ഷൻ എന്ന് പറയുന്നതിനെ എങ്ങനെ ഒന്ന് ചുരുക്കി പറയാം? റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ കാഥോഡിൽ എന്ത് നടന്നു? റിഡക്ഷൻ നടന്നു. ഇനി ആനോഡിൽ എന്ത് നടക്കുന്നു? ആനോഡിൽ ആരാ വരുന്നത്? ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. ആര് വരും? നെഗറ്റീവ് അയോൺ വരും. അപ്പൊ ഇവിടെ വരുന്ന ആരാ? നെഗറ്റീവ് ആരാ? ക്ലോറൈഡ്. ഓക്കെ, ഇതിന് ഒരു ഇലക്ട്രോൺ അങ്ങ് നഷ്ടപ്പെടുക. നഷ്ടപ്പെട്ടത് എന്തായി മാറി? ഇലക്ട്രോണിന് എന്ത് ചെയ്യാണ്? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുകയാണ്. അതെന്ത് സംഭവിച്ചു? Cl0, അതായത് ഒരു ഇലക്ട്രോൺ പോയി. ഓക്കെ, എന്നിട്ട് എന്തായി? Cl0. അപ്പൊ ഇതെന്ത് സംഭവിച്ചു? മൈനസിൽ നിന്ന് Cl മൈനസ് ആയിരുന്നു, എവിടെ എത്തി? ഇപ്പം സീറോയിലെത്തി. അതായത് മൈനസിൽ നിന്ന് സീറോയിലെത്തി, കൂടി ഇങ്ങോട്ടാ വരുന്നത്. മൈനസിൽ നിന്ന് സീറോയിലെത്തി. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പൊ ഓക്സിഡേഷൻ നടന്നത് എവിടാണ്? ആനോഡിൽ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊണേറ്റ് ഇലക്ട്രോൺസ്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുക. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുക. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആനോഡിൽ വെച്ചും. റിഡക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കാഥോഡിൽ വെച്ചുമാണ്. ഓക്കെ, അതായത് ഓർക്കേണ്ട ഒരു കാര്യം, ഈ കറന്റ് വന്ന് ഇലക്ട്രോഡ് വഴി ഇലക്ട്രോലൈറ്റിലെത്തി. ഇലക്ട്രോലൈറ്റിന് ഡീകമ്പോസ് ചെയ്ത് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുമായി മാറി. ഈ പോസിറ്റീവ് അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് വന്നു. ഓക്കെ, അതാണ്ട് പോസിറ്റീവ് അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് വന്നു. പോസിറ്റീവ് അയോൺ പ്ലസ് ചാർജ് ആയിരുന്നു, 0 ആകണം. ആ പ്ലസിൽ നിന്ന് സീറോയിലേക്ക് പോയി. പ്ലസിൽ നിന്ന് സീറോയിലേക്ക് പോകുകയെന്ന് വെച്ചാൽ കുറയുക. പ്ലസ് വലുതല്ലേ, അതിൽ നിന്ന് പ്ലസിൽ നിന്ന് ഇതാണ് പ്ലസ്, അതിൽ നിന്ന് സീറോയിലേക്ക് പോകുകയെന്ന് വെച്ചാൽ കുറയുക. അതായത് റിഡക്ഷൻ സംഭവിച്ചു. കാഥോഡിൽ റിഡക്ഷൻ സംഭവിച്ചു. ആനോഡിന്റെ കേസിൽ അതിന് നെഗറ്റീവ് ഇലക്ട്രോഡ് അതെവിടോട്ട് വരും? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് വരും. അത് അപ്പോൾ ഈ നെഗറ്റീവ് അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് വന്നു. Cl മൈനസ് ആണ്, അത് എന്തായി മാറി? അവിടെ വന്നു Cl0. നെഗറ്റീവിൽ നിന്ന് സീറോ, അതായത് നെഗറ്റീവിൽ നിന്ന് സീറോ, അപ്പൊ കൂടി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. അപ്പൊ ആനോഡിൽ എന്ത് നടന്നു? ഓക്സിഡേഷൻ. കാഥോഡിൽ എന്ത് നടന്നു? റിഡക്ഷൻ. എന്താണ് ഓക്സിഡേഷൻ? ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അക്സെപ്റ്റ് ചെയ്യുക, ഇലക്ട്രോണിനെ വാങ്ങുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാഥോഡിൽ വെച്ച് എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. ആനോഡിൽ വെച്ച് എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. ഇനി എന്താണ് കാറ്റയോൺ? എന്താണ് ആനയോൺ? ഏത് പോസിറ്റീവ് അയോൺ ആണോ, നമ്മളിപ്പോൾ പോസിറ്റീവ് അയോൺസിനെ ആരാണ് അട്രാക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് ഇലക്ട്രോഡാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഈ പോസിറ്റീവ് അയോൺ ആണ് കാഥോഡിലെത്തുന്നത്. ആ പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ കാറ്റയോൺ എന്ന് പറയുന്നത്. നെഗറ്റീവ് അയോൺ ആണ് എവിടെ എത്തുന്നത്? ആനോഡിലെത്തുന്നത്. അതിനെ നമ്മൾ എന്തെന്ന് പറയാം? ആനയോൺസ് എന്ന് പറയും. അപ്പൊ കാറ്റയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് അയോൺസ് ആണ് കാഥോഡിലെത്തുന്നത്, അവരെയാണ് കാറ്റയോൺസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് അയോൺസ് ആണ് ആനോഡിലെത്തുന്നത്, അവരെ എന്ത് പറയും? ആനയോൺസ് എന്ന് പറയും.